യേശുവയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഒരു ഇടിമിന്നൽ വരുമ്പോൾ, ഇടിവെട്ടുണ്ടാകുമ്പോൾ മക്കളെയൊക്കെ ഒക്കത്തെടുത്ത് അവരെ മാറോട് ചേർത്ത് ആശ്വസിപ്പിക്കുന്ന മാതാപിതാക്കൾ ധാരാളമാണ്. എന്നാൽ ഈ ദിനങ്ങളിലൊക്കെ ഇങ്ങനെയൊരു വാത്സല്യവും സ്നേഹവും ഒന്നും ലഭിക്കാത്ത ധാരാളം മക്കൾ നമ്മുടെയൊക്കെ ചുറ്റുകൊണ്ട് അവരുടെ നിലവിളികൾ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചനപ്രഘോഷണ പരമ്പരയുടെ 55-ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, സെപ്റ്റംബർ 17-ാം തീയതിയിലെ ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് ഗാസ കത്തുന്നു എന്നുള്ളതായിരുന്നു. ഗാസയിൽ കരയാക്രമണം തുടങ്ങിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ സാരാംശം. നമുക്കറിയാം, 2023 ഒക്ടോബറിൽ ആരംഭിച്ച യുദ്ധം 2025 2 വർഷത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദിനങ്ങളിലൊക്കെ വലിയ വേദനകളിലൂടെയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമതകളിലൂടെയും കടന്നു പോകുന്ന ധാരാളം വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഏകദേശം 2.5 കോടിയിലധികം ആൾക്കാരാണ് ഈ പാലസ്തീനയിൽ താമസിക്കുന്നത്. അതിൽ ഒത്തിരി പേരുടെ ജീവനും സ്വത്തിനുമെല്ലാം ഹാനികരമായത് സംഭവിച്ചു. സ്വപ്നങ്ങൾ കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പ്രകോപനങ്ങളും വേദനാജനകമായ സംഭവങ്ങളുമാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും നിങ്ങളുമൊക്കെ വാർത്തകളിലും പത്രങ്ങളിലൂടെയൊക്കെ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ വായിച്ച് അറിയാറുണ്ട്, മനസ്സിലാക്കാറുണ്ട്. കേൾക്കുമ്പോൾ, കാണുമ്പോൾ മനസ്സൊക്കെ ഒന്ന് തേങ്ങും. പിന്നെ ഒരേ കാര്യങ്ങൾ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുമ്പം അതിനോടുള്ള ഒരു പ്രത്യേകത, ഒരു കരുണ, മനസ്സിൻ്റെ ആർദ്രത ഇവയൊക്കെ പതുക്കെ പതുക്കെ നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. വലിയ നൊമ്പരത്തിലൂടെയാണ്, വേദനകളിലൂടെയാണ് ഇവിടെയുള്ള മക്കളും ജനങ്ങളുമൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും വ്യക്തികളെ തട്ടിക്കൊണ്ടുപോയി അവരെ വിമോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യുദ്ധം ആരംഭിച്ചു. 2 ടീമിനും അവരുടേതായ അജണ്ടകളുണ്ട്. ആരെയും ന്യായീകരിക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. എന്നാൽ ലോകമനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ 1994 റുവാണ്ടയിൽ റുവാണ്ടൻ ജനോസൈഡ് നടന്നു. ഏകദേശം 9.5 ലക്ഷം വ്യക്തികൾ കൊല ചെയ്യപ്പെട്ടു. ഇതുപോലുള്ള വലിയ പ്രയാസത്തിലൂടെയാണ് ഈ യുദ്ധം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വലിയ ദുഃഖത്തിൻ്റെ, നൊമ്പരത്തിൻ്റെ നിമിഷങ്ങളിലൂടെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവര്, ഈശോയെ, മക്കളൊക്കെ കടന്നു പോകുന്ന അവസരങ്ങളിൽ ഞങ്ങൾക്ക് എന്താണ് ചെയ്യുവാൻ സാധിക്കുക? ഞങ്ങൾക്കറിയില്ല. ദൈവമേ, വലിയ ആശ്വാസം കൊടുത്ത് അവരെയൊക്കെ ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനേ ഞങ്ങൾക്ക് പറ്റുന്നുള്ളൂ. ദൈവമേ, കരുണയായിരിക്കണമേ. ഏതാനും മാസങ്ങൾക്ക് മുൻപ് പത്രത്തിൽ വന്ന ഒരു വാർത്തയുണ്ട്. വലിയൊരു ബോംബാക്രമണത്തിൽ കെട്ടിട സമുച്ചയങ്ങളൊക്കെ നിലംപൊത്തി, കുറേ പേര് മരിച്ചു. അതിൽ ഒരു പെൺകുട്ടിയുടെ ഒരു കാല് നഷ്ടപ്പെട്ടു. ആശുപത്രിയിൽ കിടക്കയിലാണ്. അവളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഇല്ലാതായി. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. ആശുപത്രി കിടക്കുന്ന സമയത്ത് ഏത് സമയം വേണമെങ്കിലും ഈ ആശുപത്രിയും ആക്രമിക്കപ്പെടാം. ഈ അവസരത്തിൽ ഒരു ബ്രെഡ് കഷ്ണം അവളുടെ കയ്യിലേക്ക് നഴ്സുമാർ കൊണ്ട് കൊടുക്കുമ്പോൾ അത് മേടിച്ച് അവരുടെ മുഖത്തേക്ക് നോക്കി ഒരു ചെറുപുഞ്ചിരിയോടുകൂടെ ആ ബ്രെഡ് കഴിക്കുന്ന ഒരു കുട്ടിയുടെ ചിത്രം പത്രങ്ങളിൽ കാണുകയുണ്ടായി. സ്നേഹമുള്ളവരെ, ഇതുപോലെ എത്രയോ രംഗങ്ങളാ അവിടെ നടക്കുന്നത്. ഈ കുട്ടിയെക്കുറിച്ച് ചിന്തിക്കുമ്പം, ഇന്നലകളെക്കുറിച്ച് ചിന്തിക്കുമ്പം ഇതുപോലെയൊന്ന് ചിരിക്കുവാനായിട്ട് തോന്നില്ല. നാളെയെക്കുറിച്ച് ചിന്തിക്കുമ്പം ഒട്ടുമേ ചിരിക്കാൻ പറ്റില്ല. കാരണം
പ്രിയപ്പെട്ടവരെല്ലാം ഇല്ലാതായി, പ്രിയപ്പെട്ടതെല്ലാം ഇല്ലാതായി. ഇന്നിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച്, ആ മൊമെന്റിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് ഭക്ഷണം സ്വീകരിക്കുന്ന ആ മകൾ, ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിൽ എത്രയോ അവസ്ഥകളിലൂടെയാണ് ഈ യുദ്ധം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യുനിസെഫിന്റെ കണക്കനുസരിച്ച് ഏകദേശം 67,000-ൽ പരം ആളുകൾ വധിക്കപ്പെട്ടു. 25,000 കുട്ടികൾ പോഷക ആഹാരക്കുറവ് നേരിടുന്നുണ്ട്. 17,000-ലധികം കുട്ടികൾ നിഷ്കരണം വധിക്കപ്പെട്ടു കഴിഞ്ഞു. 27,000-ലധികം കുട്ടികൾ മാനസിക വിഭ്രാന്തിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട കുട്ടികൾ അവരെയൊക്കെ പീഡിപ്പിക്കുന്ന രംഗങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. വലിയ ദാരുണമായ വേദനാജനകമായ അനുഭവങ്ങളാണ് ഈ രണാങ്കണത്തിൽ, യുദ്ധഭൂമിയിൽ നടക്കുന്നത് പ്രിയപ്പെട്ടവരെ. ഈ മക്കളെ സംബന്ധിച്ചിടത്തോളം സ്വപ്നങ്ങളൊന്നും കാണാൻ ഒന്നുമില്ല, വലിയ പ്രതീക്ഷകളൊന്നുമില്ല ജീവിതത്തെക്കുറിച്ച്. ഇനി ഒരു സൈറൺ മുഴങ്ങുമ്പോൾ ജീവിതം വേണമെങ്കിൽ അസ്തമിക്കാം. ബാങ്കറുകളിലൊക്കെ ജനങ്ങൾക്കൊക്കെ എത്ര നാള് ഇങ്ങനെ ഇരിക്കുവാനായിട്ട് സാധിക്കും? ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുവാനായിട്ട് പറയുന്നു. ആ നിമിഷം തന്നെ അവിടെ ഷെൽ ആക്രമണവും വ്യോമാക്രമണവും ഒക്കെ നടക്കുന്ന അവസ്ഥ. വോളണ്ടിയേഴ്സിനൊന്നും കയറി അവരെ പരിചരിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം. നിസ്സംഗതയോടെ, നിസ്സഹായതയോടെ നിൽക്കേണ്ട അവസ്ഥയാണ് നമ്മോട് ചുറ്റും കണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ വീട് നഷ്ടപ്പെട്ട വ്യക്തികളുണ്ട്. നമുക്കറിയാം, ഒരു വീട് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വലിയ സ്വപ്നമാണ്. ലോൺ എടുത്തും അധ്വാനിച്ചുമെല്ലാം ഉണ്ടാക്കിയ വീടും കൃഷിസ്ഥലങ്ങളും ജോലി സ്ഥലങ്ങളുമൊക്കെ ഉപേക്ഷിച്ചു പോകേണ്ട ഒരവസ്ഥ. ഇതാണ് അവിടെയുള്ള വ്യക്തികൾക്ക് സംഭവിക്കുന്നത്. പലരെയും സംബന്ധിച്ചിടത്തോളം മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകാൻ പറഞ്ഞാൽ അവർ പോകില്ല, പോകാൻ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. കാരണം ജീവിതം അത്രമാത്രമാണ് വേദനയിലൂടെ കടന്നു പോകുന്നത്. വേറൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അഭയാർത്ഥിയായിട്ട് പോകണം. അവിടെ ഉണ്ടാകുന്ന തിക്താനുഭവങ്ങളൊക്കെ അവർണ്ണനീയമാണ്. അതുകൊണ്ട് ഈ സ്ഥലത്ത് തന്നെ കിടന്ന് മരിക്കുക എന്നുള്ളതാണ് അവരുടെ താല്പര്യം. അങ്ങനെ വേദനയോടെ ആ വീടുകളിലൊക്കെ കഴിയുന്നവർ എത്രയോ പേരാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു സൈറൺ മുഴങ്ങുമ്പോൾ, രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയം ഒരു സൈറൺ മുഴങ്ങുമ്പോൾ ഈ ഉറക്കം അനന്ത നിദ്രയിലേക്കാണ് പോകുന്നതെന്ന് ചിലർക്കൊക്കെ അറിയാം. അത്രമാത്രം ഭീതിജനകമായ രംഗങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിന് നന്ദി പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. നമ്മളൊക്കെ സുരക്ഷിതരായിട്ടാണ് ഇപ്പോഴുള്ളത്. നാളെ ഒരുപക്ഷെ ഇതൊക്കെ നിയന്ത്രിക്കപ്പെട്ടില്ലെങ്കിൽ നമ്മുടെയും ജീവിത അവസ്ഥയായിട്ട് വരാം. നമുക്ക് അവർക്ക് വേണ്ടി എന്തു ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് വലിയ ഒരു ചോദ്യചിഹ്നമായിട്ട് ഇരിക്കുന്നത്. ഓരോ വ്യക്തിക്കും, ഓരോ കുടുംബത്തിനും, ഓരോ രാജ്യത്തിനും, ഓരോ സമൂഹത്തിനും അവരുടേതായ സ്വപ്നങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്. ആ സ്വപ്നങ്ങൾ, ആ പ്രതീക്ഷകൾ, അതിനൊന്ന് നിറക്കൂട്ടുകൾ പകരാൻ നമുക്ക് സാധിക്കുമോ? അവിടെയാണ് ജീവിതം വിജയിക്കുക, നമ്മുടെയൊക്കെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുക. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനുമായി സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്, അച്ചോ, എൻ്റെ മക്കൾ ഇടയ്ക്ക് സൈക്കിൾ സവാരിക്ക് പോകാറുണ്ട്. വിദേശ രാജ്യത്താണ് അവർ കുടുംബമായിട്ട് ജീവിക്കുന്നത്. ചേട്ടനും അനുജനും കൂടിയാണ് സൈക്കിൾ സവാരിക്ക് വേണ്ടി പോകുന്നത്. അങ്ങനെ പോകുന്ന അവസരത്തിൽ ജ്യേഷ്ഠൻ്റെ സൈക്കിൾ എന്തോ കേടുവന്നു. കുറച്ച് സമയം അതൊന്ന് നന്നാക്കാനായിട്ട് സമയമെടുത്തു. ആ സമയം അനുജനോട് പറഞ്ഞു, നീ ഈ കാണുന്ന ട്രാക്കിലൂടെ തന്നെ നേരെ പൊക്കോ, ഞാൻ സൈക്കിളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിന്റെ പിറകെ വന്നുകൊള്ളാമെന്ന് പറഞ്ഞു. അനുജൻ അത് കേട്ടു. അവൻ കിലോമീറ്ററുകൾ മുമ്പോട്ട് പോയി, വഴിയൊക്കെ തെറ്റിപ്പോയി, ചേട്ടായിനെ കാണാനായിട്ട് സാധിച്ചില്ല. അവന് ഭയങ്കര സങ്കടമായി. അവൻ സൈക്കിളൊക്കെ അങ്ങ് ഉപേക്ഷിച്ചു. പിന്നെ ആ വനത്തിലേക്ക് പതുക്കെ പതുക്കെ അവൻ കയറാൻ തുടങ്ങി. കാരണം അറിയത്തില്ല വഴി ഏതാണെന്ന്.
എന്നാൽ വലിയ വന്യമൃഗശല്യമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. എങ്കിലും അവന് ഭീതിയായി ചേട്ടായിനെ കാണാൻ പറ്റുന്നില്ല. എന്തു ചെയ്യണം? അവൻ നിലവിളിക്കുവാൻ തുടങ്ങി, ഉച്ചത്തിൽ നിലവിളിക്കുവാൻ തുടങ്ങി. അവൻ്റെ ആ നിലവിളി കേട്ട് അതിലെ ഇതുപോലെ സവാരി ചെയ്യുന്ന വ്യക്തികളൊക്കെ പതുക്കെ അവൻ്റെ അടുക്കലേക്ക് ചെല്ലുക. അവനോട് ചോദിച്ചു, എന്തു പറ്റി മകനെ? അവൻ്റെ വേദനകളൊക്കെ അവൻ പറഞ്ഞു. അങ്ങനെ അവരും സൈക്കിളൊക്കെ മാറ്റിയിട്ട് ഇവൻ്റെ ചേട്ടായിനെ തപ്പി മുമ്പോട്ട് പോവുകയാണ്. കിലോമീറ്ററുകൾ നടന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ജ്യേഷ്ഠനെ കണ്ടു. ജ്യേഷ്ഠൻ്റെ കൈകളിൽ ഈ അനുജനെ ഏൽപ്പിക്കുക ചെയ്തത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ സഹായിക്കാനുള്ള ഒരു മനസ്സ്, ഒരു ചെറിയ വനത്തിനുള്ളിൽ, അതും ഗവൺമെന്റിന്റെ പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ചുള്ള ഒരു വനമധ്യത്തിൽ ഇതുപോലുള്ള സവാരി ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അവിടെ പോലും ഭീതിയാണ്. ഒരു കുഞ്ഞുമകൻ്റെ, ഒരു അനുജന്റെ വലിയ നിലവിളി, വേദന. അവസാനം ജ്യേഷ്ഠനെ കണ്ടെത്തുമ്പോഴുണ്ടാകുന്ന സന്തോഷം, അതിനെ സഹായിക്കാനായിട്ടുള്ള ധാരാളം നല്ല മനസ്സുള്ള വ്യക്തികൾ. ഇതൊരു ചെറിയൊരു സംഭവമാണ്, ഇവിടെ പ്രതിവിധിയുണ്ട്. എന്നാൽ വളരെ വേദനാജനകമായ സംഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്നേഹമുള്ളവരെ, എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ? ഒരു സൈറൺ മുഴങ്ങുന്നു. അത് എപ്പോൾ വേണമെങ്കിലും ആകാം. ആ സമയത്ത് ഏത് സ്ഥലത്താണ്, ഏത് ബിൽഡിങ്ങിന് മുകളിലേക്കാണ് ഷെൽ ആക്രമണവും നടക്കുക എന്നൊന്നും അറിയത്തില്ല. ഈ സമയത്ത് ജീവനിൽ കൊതിയുള്ള എല്ലാവരും ഓടിപ്പായുകയാണ് പല സ്ഥലങ്ങളിലേക്കും. ഇങ്ങനെ ഓടിപ്പായുന്ന നിമിഷങ്ങളിൽ കെട്ടിടത്തിലേക്ക് വർഷിച്ച ഷെല്ല്, അത് പൊട്ടിത്തകർന്ന കെട്ടിടങ്ങൾ, അതിൻ്റെ അവശിഷ്ടങ്ങളിലൊക്കെ പെട്ട് ധാരാളം വ്യക്തികൾ മരിക്കുന്നു. അല്ലെങ്കിൽ ഉടവസ്ഥം മാത്രമായിട്ട് ഓടി രക്ഷപ്പെടുന്ന വ്യക്തികൾ. തിരിഞ്ഞു നോക്കുമ്പോൾ എവിടെ നിന്നാ വന്നേ, അവിടെയൊന്നും കാണാനില്ല. എല്ലാം ശൂന്യമായി തകർന്നടിഞ്ഞ് കിടക്കുന്ന കെട്ടിടങ്ങൾ. വേദനാജനകമായ സംഭവങ്ങൾ പലതുമുണ്ട്. സ്വന്തം ജ്യേഷ്ഠനെ, അനുജനെ, മാതാപിതാക്കളെയൊക്കെ ആ കെട്ടിട സമുച്ചയങ്ങൾക്കുള്ളിൽ തപ്പുന്ന കുഞ്ഞു ബാല്യങ്ങളുണ്ട്, കുഞ്ഞു മക്കളുണ്ട്. ഇനി പ്രിയപ്പെട്ട തൻ്റെ കളിപ്പാട്ടങ്ങൾ പോയപ്പോൾ അതിനെയും ആ കെട്ടിടത്തിനുള്ളിൽ നിന്ന് തപ്പിയെടുക്കാൻ ശ്രമിക്കുന്ന കുട്ടികളുടെ ചിത്രവും നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുകയുണ്ടായി. സ്നേഹമുള്ളവരെ, ഈ ഒരു അവസ്ഥ, ഈ ഒരു അരാജകത്വം, ഇതെന്തിനാണ്, ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ബാക്ക് ടു ബാക്കായി, വൺ ബൈ വൺ ആയി വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സ് പതുക്കെ പതുക്കെ അതിനോടൊന്ന് അഡ്ജസ്റ്റ് ആകും. ഇതൊക്കെ ഇങ്ങനെയാ ലോകത്തിൽ, ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാവൂ എന്നുള്ള ഒരു ചിന്ത, ഒരുതരം യാന്ത്രികത, ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെയുള്ള സമീപനം മനസാക്ഷി മരവിച്ചു പോകുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തുന്ന സാഹചര്യങ്ങളുണ്ട്. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, മനസ്സ് തുറന്ന് ആ ദയോടെ കാണുവാൻ, അലിവോടെ കാണുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, 1914 മുതൽ 17 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഒന്നാം ലോകമഹായുദ്ധം നടക്കുകയാണ്. ബെനഡിക്റ്റ് 15 മാർപ്പാപ്പ യൂറോപ്യൻ സമൂഹങ്ങളോട് ആഹ്വാനം ചെയ്തു, നിങ്ങൾ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ബെനഡിക്റ്റ് 15 മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. അങ്ങനെ ആ വിശ്വാസ സമൂഹം ഈ യുദ്ധം അവസാനിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പോപ്പായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ യുദ്ധം ഒന്ന് അവസാനിക്കുവാനായിട്ട് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഈ കുട്ടികളുടെ അവസ്ഥ ഈ മാർപ്പാപ്പയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് 2014 താൻ ജെറുസലേം സന്ദർശിച്ചപ്പോൾ ലഭിച്ച ആ വാഹനം ഈ കുട്ടികളുടെ ആവശ്യത്തിന് വേണ്ടി മാറ്റിവെക്കുവാനായിട്ട് മാർപ്പാപ്പ അവസാനമായി ആഗ്രഹം പ്രകടിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ മാർപ്പാപ്പയായ ലയോ മാർപ്പാപ്പയും ശക്തമായിട്ട് ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയും ആഹ്വാനം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കൊക്കെ ഒറ്റ വിശ്വാസത്തോടെ, വലിയ കരുണയോടെ, താല്പര്യത്തോടെ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, മനസ്സിന് അലിവുണ്ടെങ്കിൽ മാത്രമേ
ഇതുപോലുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ രാജ്യത്തെ നിയന്ത്രിക്കുന്ന വ്യക്തികൾക്ക്, ഓരോ സംഘടനയും നിയന്ത്രിക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ഒന്ന് നിയന്ത്രണ വിധേയമായി കൊണ്ടുവരുവാനായിട്ട്, അവസാനിപ്പിക്കുവാനായിട്ട്, സമാധാനത്തിലേക്ക് വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തില് 11-ാമത്തെ അധ്യായത്തില് ലാസറിന്റെ കുഴിമാടത്തില് ഈശോ ചെല്ലുന്ന രംഗം വിവരിക്കുന്നുണ്ട്. അവിടെ ഈശോ ചെല്ലുകയാ. താൻ സ്നേഹിച്ചിരുന്ന ആ വ്യക്തി മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഈശോയ്ക്ക് വേദനയുണ്ടായി, വിഷമമുണ്ടായി. ആ വ്യക്തിയുടെ സഹോദരിമാരുടെ കരച്ചിലും ഈശോയെ ചിന്തിപ്പിച്ചു. അങ്ങനെ ഈശോ ആ കല്ലറയുടെ മുമ്പിലിരുന്ന് വിതുമ്പുകയാണ്. കരുണാർദ്ദമായ ഒരു ഹൃദയം. സ്നേഹമുള്ളവരെ, ആ വിതുമ്പല് അത് കരുണയുടെ പ്രകടനമാണ്. ആ വിതുമ്പല്, ആ കരച്ചില് അത്ഭുതമായി മാറുകയാണ് ചെയ്യുന്നത്. അത്ഭുതമായി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കരച്ചിൽ, ആ വേദന ലാസറിന്റെ ഉയർപ്പിലേക്ക് നയിച്ചു. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ കണ്ണുനീരോടുള്ള പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നുള്ളത് ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ. നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചാൽ, യാചിച്ചാൽ ലഭിക്കാത്തതായിട്ട് ഒന്നുമില്ല. സങ്കീർത്തനത്തിന്റെ പുസ്തകത്തില് 55-ാമത്തെ അധ്യായത്തിലെ 17-ാമത്തെ വചനം നമ്മൾക്ക് പരിചിതമാണ്. ദൈവമേ, മധ്യാഹ്നത്തിലും സായാഹ്നത്തിലും പ്രഭാതത്തിലും ഞാൻ ആവലാതിപ്പെട്ട് കരയും, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കും. എല്ലാ സമയവും ആവലാതിയോടെ, പ്രതീക്ഷയോടെ കരയും, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള ഉറപ്പ് സങ്കീർത്തകനുണ്ട്. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഇത് സംഭവിക്കുകയാണെങ്കിൽ, എൻ്റെ കുടുംബത്തിലുള്ള വ്യക്തികൾക്ക് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നാം എത്രമാത്രം തീഷ്ണതയോടെ പ്രാർത്ഥിക്കും. ഈ ഒരു തീഷ്ണതയാണ്, ഈ ഒരു മനോഭാവമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. കരുണയുടെ, ആർദ്രതയുടെ, അനുകമ്പയുടെ മേഖലകളിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ പ്രാർത്ഥനയിലൂടെ ആ മക്കൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി അവിടെ സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങാം. അതോടൊപ്പം മാർപ്പാപ്പ പറഞ്ഞതുപോലെ ലോക സമാധാനത്തിന് വേണ്ടി നാം ആഗ്രഹിക്കണം. അതിനുവേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കണം. ഒരുമിച്ച് എങ്ങനെ പ്രവർത്തിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു ചോദ്യം. നമുക്കറിയാം, നമ്മൾ കൊടുക്കുന്ന വസ്തുക്കള്, സഹായങ്ങളൊക്കെ അവിടെ എത്തുമോ? തീർച്ചയായിട്ടും എത്തും. ചില നിരോധനം, ചില നിയന്ത്രണങ്ങളൊക്കെ അവിടെയുണ്ട്. നമുക്ക് വിശ്വസ്തരായ സംഘടനകൾക്ക് അവരെ കാണുവാൻ, അവരുമായിട്ട് സമ്പർക്കം പുലർത്തുവാനായിട്ട് സാധിക്കും. UN റിലീഫ്, റെഡ് ക്രോസ്, കാരിത്താസ് തുടങ്ങിയ സംഘടനകളെയൊക്കെ നമ്മൾക്കും സപ്പോർട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. കാരണം ഈ സംഘടനകൾ ആ സ്ഥലത്തെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്. പുറത്തു നിന്ന് ഒന്നും ചെയ്യാൻ സാധിക്കാതെ വന്നു കഴിയുമ്പോൾ ലോക്കൽ സപ്പോർട്ട് നേടും. കാരണം ധാരാളം സംഘടനകൾ അവിടെ ഉണ്ടായിരുന്നു. ആ സംഘടനകളിലൂടെ അവിടെയുള്ള വ്യക്തികളുടെ, കുടുംബങ്ങളുടെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംരംഭമുണ്ട്. അത് കുറേയൊക്കെ വിജയിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ അതിന് നിയന്ത്രണം വരാറുണ്ട്. അങ്ങനെ നിയന്ത്രണം വരുന്ന സമയത്തൊക്കെ ശക്തമായിട്ട് അത് വാർത്തകളായിട്ട് വരും, മീഡിയകളിലൂടെ വരും. അങ്ങനെ വന്നു കഴിയുമ്പം ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കപ്പെടും. ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കപ്പെടുമ്പോൾ ഇങ്ങനെയുള്ളൊരു വംശകത്തിലേക്ക് പോകുവാനായിട്ട് ആർക്കും പറ്റില്ല. പതുക്കെ പതുക്കെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന സംഘടനകളും അതോടൊപ്പം തന്നെ രാജ്യങ്ങളൊക്കെ ഒരു മനസാക്ഷിയുടെ ബോധ്യങ്ങളിലേക്ക്, ബോധമണ്ഡലങ്ങളിലേക്ക് വരാൻ ശ്രമിക്കുമെന്നുള്ളത് ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെയെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള സംഘടനകളെയൊക്കെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കണം. അതോടൊപ്പം തന്നെ എന്നെ കേൾക്കുന്ന വ്യക്തികൾ, നിങ്ങളിൽ ചിലർക്കൊക്കെ രാഷ്ട്രീയപരമായി അടുപ്പമുള്ള വ്യക്തികളുണ്ടാവാം. അവരൊക്കെ പല തലങ്ങളിൽ, പല കോണുകളിൽ സംസാരിച്ചു കഴിയുമ്പോൾ ഇതിനൊക്കെ ഒരു അയവ് വരുത്തുവാനായിട്ട് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അവിടെ നടക്കുന്ന രംഗങ്ങൾ അത് അധികമൊന്നും പൊലിപ്പിക്കാതെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ മാത്രമായിട്ട് ലോകത്തെ ബോധ്യപ്പെടുത്തുവാനായിട്ട് മാധ്യമങ്ങൾക്ക് സാധിക്കും. മാധ്യമങ്ങൾ തയ്യാറാകുന്നുമുണ്ട്. സ്നേഹമുള്ളവരെ, അങ്ങനെയൊക്കെ ആ ലോക മനസാക്ഷിയുടെ
ഇടം പിടിക്കുവാനായിട്ട് സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ മനുഷ്യ അവകാശ നിയമങ്ങളൊക്കെ അറിയാം നമുക്കൊക്കെ, അന്താരാഷ്ട്ര വിധികളൊക്കെ നമുക്കറിയാം, കോടതികളുടെ. ഇവയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോകുമ്പോൾ, ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ മക്കളെയൊക്കെ രക്ഷപ്പെടുത്തിയെടുക്കുവാനായിട്ട് സാധിക്കും. ഇനി ഈ യുദ്ധത്തിൽ മാനസിക വിഭ്രാന്തി ബാധിച്ച വ്യക്തികളുണ്ട്. നമുക്കറിയാലോ, നമ്മളൊക്കെ അധികം കണക്കിലെടുക്കാത്ത കാര്യമെന്ന് പറയുന്നത് വ്യക്തിയുടെ കുടുംബത്തിൻ്റെ മാനസിക അവസ്ഥയാണ്. വീടും സ്ഥലങ്ങളും ജോലിയുമൊക്കെ നഷ്ടപ്പെടുക അതൊരു വശത്തിലെ വേദനയാണ്. മറുവശത്ത് എപ്പോഴും ഭീതിജനകമായ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ സ്ട്രെസ്സുണ്ട്, അസ്വസ്ഥതയുണ്ട്. ഇതിനെയൊക്കെ നേരിടാനായിട്ട് ഇവരെ കെൽപ്പാക്കണം. ഇവർക്ക് വേണ്ട ഗൈഡൻസ്, സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുവാനുള്ള ടീമുകളൊക്കെ തയ്യാറായിട്ട് വരണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ കേൾക്കുന്ന കാര്യങ്ങളിൽ സ്തബ്ധരായിട്ട് നിൽക്കാതെ എന്തെങ്കിലും ചെയ്യുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. മത്തായി അറിയിച്ച സുവിശേഷത്തിൽ 25-ാമത്തെ അധ്യായത്തിലെ പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാം. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കുവാനായിട്ട് തന്നു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. 25-ാമത്തെ അധ്യായത്തിലെ 40-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: എൻ്റെ എളിയ സഹോദരന്മാരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നതെന്ന്. സ്നേഹമുള്ളവരെ, ആയതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം ഈ നിമിഷം. ഈശോയെ, ഞങ്ങളെല്ലാവരും ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ് ലോക സമാധാനത്തിന് വേണ്ടി. പ്രത്യേകിച്ച് ഗാസയിൽ നടക്കുന്ന ആ വലിയ വേദനകൾ, ഈശോയെ, പ്രത്യേകിച്ച് ഗാസയിൽ നടക്കുന്ന ആ കൂട്ടക്കുരുതികൾ എല്ലാം ഞങ്ങൾ കാണുകയാണ്. അവിടുത്തെ കുഞ്ഞുമക്കളുടെ കണ്ണുനീര്, എല്ലാം നഷ്ടപ്പെട്ടവരുടെ ജീവിതം, പ്രതീക്ഷകളും സ്വപ്നങ്ങളുമൊക്കെ ഇല്ലാതായ വ്യക്തികളുടെ ജീവിതം. നാഥ, അങ്ങ് ഏറ്റെടുക്കണമേ. സമാധാനത്തിൻ്റെ അന്തരീക്ഷം അവിടെ അങ്ങ് സൃഷ്ടിക്കണമേ. ഈശോയെ, അങ്ങ് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അങ്ങ് കാത്തുകൊള്ളണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.